എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 29ാം പോരാട്ടത്തിന് പഞ്ചാബ് കിങ്സും ലക്നൌ സൂപ്പർ ജയൻസും തമ്മിൽ തുടക്കം കുറിച്ചപ്പോൾ ആവേശത്തിന്റെ അലയൊലികൾ ചണ്ഡീഗഡ് നഗരമാകെ ഒരു വമ്പൻ മുഴക്കമായി പ്രതിധ്വനിക്കുകയായിരുന്നു. ആവേശഭരിതമായ ഒരു ടോസോടെയാണ് ഈ മഹാമത്സരത്തിന് തിരശ്ശീല ഉയർന്നത്. ലക്നൌ നായകൻ ഋഷഭ് പന്ത് ടോസ് നേടി ആദ്യം പന്തെറിയാൻ തീരുമാനിച്ചപ്പോൾ മുള്ളൻപൂരിലെ പിച്ചു ബാറ്റർമാർക്ക് ഒരു പറുദീസയായി മാറുമെന്ന സൂചനകൾ പ്രകടമായിരുന്നു. പഞ്ചാബിന്റെ ഓപ്പണിംഗ് ജോഡികളായ പ്രഭുസിമ്രൻ സിംഗും പ്രിയാൻഷ് ആര്യയും മൈതാനത്തേക്ക് കാൽകുത്തിയപ്പോൾ തദ്ദേശീയരായ ആരാധകരുടെ കരഘോഷം സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ആദ്യ ഓവർ മുതൽ തന്നെ ആക്രമണോത്സവമായ ഒരു ശൈലിയാണ് പഞ്ചാബ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും ലക്നൌവിനായി ആദ്യ ഓവർ എറിയാനെത്തിയ പരിചയസമ്പന്നനായ മുഹമ്മദ് ഷമിയുടെ മാന്ത്രികതയ്ക്ക് മുന്നിൽ അവർ അടിപതറി. തന്റെ മൂന്നാമത്തെ പന്തിൽ ലോകമെമ്പാടും പ്രശസ്തമായ ആ അത്ഭുതകരമായ വോബിൾ സീം പുറത്തെടുത്ത ഷമി പ്രഭുസിമ്രനെ ഒരു ഫുൾ ലെങ്ത് പന്തിലൂടെ പ്രലോഭിപ്പിക്കുകയും വലിയൊരു ഡ്രൈവിന് ശ്രമിച്ച താരത്തിന്റെ ബാറ്റിന്റെ പുറം വെളിച്ചിലുരസിയ പന്ത് നേരെ സ്ലിപ്പിൽ നിന്നിരുന്ന മിച്ചൽ മാർഷിന്റെ കൈകളിൽ വിശ്രമിക്കുകയും ചെയ്തു. പഞ്ചാബ് കിങ്സിനേറ്റ ഈ പ്രഹരം സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന പഞ്ചാബ് ആരാധകരെ ഒരു നിമിഷം വലിയൊരു ഭൂകമ്പം പോലെ നിശബ്ദരാക്കിയെങ്കിലും ഇതൊരു വിനാശകരമായ കൊടുങ്കാറ്റിനു മുൻപുള്ള വെറും ശാന്തത മാത്രമായിരുന്നുവെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. പെവിലിയനിൽ പഞ്ചാബ് നിരയുടെ നട്ടെല്ലും തങ്ങളുടെ ഏറ്റവും വലിയ വീരനായകനുമായ സാക്ഷാൽ സഞ്ജു സാംസണിന്റെ ഊർജ്ജസ്വലവും ആവേശോജ്വലവുമായ സാന്നിധ്യം നൽകിയ ആത്മവിശ്വാസം നെഞ്ചിലേറ്റി യുവതാരമായ കൂപ്പർ കൊനോലിയും ഡൽഹിയുടെ വെടിക്കെട്ട് വീരൻ പ്രിയാൻഷ് ആര്യയും ക്രീസിൽ ഒത്തുചേർന്നതോടെ ലക്നൌ ബോളർമാരുടെ സർവനാശം ആരംഭിക്കുകയായിരുന്നു. ഇരുവരും ചേർന്ന് മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും റണ്ണുകളുടെ ഒരു മഹാപ്രളയം തന്നെ സൃഷ്ടിച്ചപ്പോൾ ലക്നൌ നായകൻ പന്തും തന്ത്രജ്ഞരും നിസ്സഹായരായി നോക്കി നിൽക്കാൻ നിർബന്ധിതരായി. രണ്ടാമത്തെ ഓവറിൽ മൊഹസിൻ ഖാന്റെ വേഗതയ്ക്കെതിരെ ഒരു ഭാഗ്യ ബൗണ്ടറിയിലൂടെ കൊനോലി സമ്മർദ്ദം കുറച്ചെങ്കിലും മൂന്നാമത്തെ ഓവറിൽ ഷമിയുടെ പന്തിൽ ബാക്ക്വേർഡ് പോയിന്റിന് മുകളിലൂടെ തന്റെ മാന്ത്രിക കൈത്തണ്ടി ഉപയോഗിച്ച് പ്രിയാൻഷ് ആര്യ നേടിയ അതിമനോഹരമായ ബൗണ്ടറിയോടെയാണ് യഥാർത്ഥ വിശ്വരൂപം പുറത്തുവന്നത്. പവർ പ്ലേയുടെ അവസാന ഓവറുകളിൽ ലക്നൌവിന്റെ ഏറ്റവും അപകടകാരിയായ ഫാസ്റ്റ് ബോളർ മൊഹസിൻ ഖാന്റെതിരെ പ്രിയാൻഷ് ആര്യ തന്റെ രൗദ്രഭാവം പൂണ്ടതോടെ സ്റ്റേഡിയത്തിലെ ആവേശം ഏഴാം ആകാശത്തെത്തി. മണിക്കൂറിൽ 145 കിലോമീറ്റർ വേഗത്തിൽ തീ തുപ്പുന്ന മൊഹസിൻ ഖാന്റെ പന്തുകളെ വെറും കളിപ്പാട്ടങ്ങളെന്നോണം തുടർച്ചയായി 2 തവണ അതികൂട്ടൻ സിക്സറുകൾ പറത്തി പ്രിയാൻഷ് ലക്നൌവിന്റെ ആത്മവിശ്വാസത്തെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞു. സ്ഥിതികൾ കൈവിട്ടു പോയതോടെ ചിതറിക്കിടക്കുന്ന ഫീൽഡിംഗും താളം തെറ്റിയ ബൌളിംഗും ഒന്ന് ശരിയാക്കാൻ ഋഷഭ് പന്തിന് വളരെ നേരത്തെ തന്നെ ഒരു സ്ട്രാറ്റജിക് ടൈം ഔട്ട് എടുക്കേണ്ടി വന്നു. എന്നാൽ മത്സരം പുരോഗമിക്കുന്തോറും കൊനോലിയും പ്രിയാൻഷ് ആര്യയും തമ്മിലുള്ള ആ ചരിത്രപരമായ കൂട്ടുകെട്ട് പഞ്ചാബിനെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് അതിശക്തമായി പ്രതിഷ്ഠിക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് പ്രിയാൻഷ് തുടർച്ചയായി പ്രഹരിക്കുമ്പോൾ മറുഭാഗത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കിയ കൊനോലി 11ാം ഓവറിൽ ആവേശ് ഖാൻ വീണ്ടും ബൌളിംഗിനെത്തിയപ്പോൾ യഥാർത്ഥ സംഹാരതാണ്ഡവത്തിന് തുടക്കം കുറിച്ചു. ആവേശിന്റെ കൃത്യമായ ഒരു യോർക്കറിനെ മിഡ് വിക്കറ്റ് ബൗണ്ടറിക്ക് മുകളിലൂടെ മാന്ത്രികമായി അതിർത്തി കടത്തിയ പ്രിയാൻഷ് ഈ സീസണിലെ തന്റെ രണ്ടാമത്തെയും IPL കരിയറിലെ 4ാമത്തെയും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി ഈഡൻ ഗാർഡൻസിൽ കാട്ടിയ അതേ മാസ്മരികത മുള്ളൻപൂരിലും ആവർത്തിച്ചു. മറുഭാഗത്ത് തുടക്കത്തിൽ 22 പന്തുകളിൽ നിന്ന് 19 റൺസ് മാത്രം നേടി പതറിയ ഓസ്ട്രേലിയൻ യുവതാരം കൊനോലി പിന്നീട് ഗിയർ മാറ്റി ലോകത്തിലെ ഏറ്റവും മികച്ച ബോളർമാരിൽ ഒരാളായ ഷമിക്കെതിരെ 11ാം ഓവറിൽ 2 കൂറ്റൻ സിക്സറുകൾ പറത്തിക്കൊണ്ട് വെറും 35 പന്തുകളിൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് ലക്നൌ ഡഗ്ഔട്ടിൽ വൻ പരിഭ്രാന്തി സൃഷ്ടിച്ചു. അടുത്ത 13 പന്തുകളിൽ നിന്ന് 35 റൺസ് അടിച്ചുകൂട്ടിയ അദ്ദേഹം താനൊരു വലിയ വേദിയിലെ താരമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. പ്രിയാൻഷിന്റെ ചാരവും കൊനോലിയുടെ കരുത്തും ചേർന്ന് ലക്നൌ ബൌളിംഗ് നിരയെ പൂർണ്ണമായും തളർത്തിയപ്പോൾ സ്റ്റേഡിയം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്ന് റണ്ണുകളുടെ പുതിയ റെക്കോർഡ് സൃഷ്ടിക്കുമെന്ന് ഉറപ്പായ നിമിഷത്തിലാണ് മത്സരത്തിലെ ഏറ്റവും വിനാശകരവും ആവേശകരമായ 13ാം ഓവർ പിറന്നത്. പന്ത് പരിചയസമ്പന്നനായ ഏഡൻ മാർക്രത്തെ ഏൽപ്പിക്കുമ്പോൾ അടുത്ത 6 മിനിറ്റുകൾക്കുള്ളിൽ മൈതാനത്തെന്ത് പ്രളയമാണ് നടക്കാൻ പോകുന്നതെന്ന് ലക്നൌ നായകന് ഒരു ഊഹവും ഇല്ലായിരുന്നില്ല. ക്രിക്കറ്റിന്റെ സകല അതിരുകളും ലംഘിച്ചുകൊണ്ട് കൊനോലിയും പ്രിയാൻഷും ചേർന്ന് ഈ ഓവറിൽ 32 റൺസാണ് അടിച്ചുകൂട്ടിയത്. 5 കൂറ്റൻ സിക്സറുകൾ പിറന്ന ആ ഓവർ സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകളെ പോലും നിഷ്പ്രഭമാക്കിയപ്പോൾ ഡഗ്ഔട്ടിലിരുന്ന പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഈ രാക്ഷസീയ ബാറ്റിംഗ് കണ്ട് മന്ത്രമുഗ്ധനായി കൈയടിക്കുകയായിരുന്നു. എന്നാൽ ക്രിക്കറ്റിൽ അമിതാവേശം പലപ്പോഴും വിക്കറ്റുകൾക്ക് കാരണമാകാറുള്ളതുപോലെ സെഞ്ചുറിയിലേക്ക് കുതിക്കുകയായിരുന്ന കൊനോലി പ്രിൻസ് യാദവിന്റെ ഒരു ഷോട്ട് പന്തിൽ പുൾ ഷോട്ടിന് ശ്രമിച്ച് ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി ബാക്ക്വേർഡ് പോയിന്റിൽ ക്യാച്ച് നൽകി മടങ്ങിയപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം എഴുന്നേറ്റ് അദ്ദേഹത്തിന് ആദരവർപ്പിച്ചു. തൊട്ടടുത്ത ഓവറിൽ തന്റെ ആദ്യ IPL സെഞ്ചുറിക്ക് തൊട്ടരികിൽ വെച്ച് മണിമാരൻ സിദ്ധാർത്ഥിന്റെ പന്തിൽ ലോങ് ഓണിലൂടെ കൂറ്റൻ ഷോട്ടിന് ശ്രമിച്ച പ്രിയാൻഷ് ആര്യയെ തന്റെ ഉയരത്തിന്റെ പൂർണ്ണ ആനുകൂല്യം മുതലെടുത്ത് വായുവിൽ ഉയർന്നു ചാടി ഒരു അവിശ്വസനീയമായ ക്യാച്ചിലൂടെ മിച്ചൽ മാർഷ് പുറത്താക്കി. 9 കൂറ്റൻ സിക്സറുകളും പെട്ട ആ ഇന്നിംഗ്സ് സെഞ്ചുറിയിലെത്തിയില്ലെങ്കിലും പഞ്ചാബിനെ അതൊരാച്ഛേദ്യമായ നിലയിലാക്കിയിരുന്നു. 2 സെറ്റ് ബാറ്റർമാരും പുറത്തായതിൽ ടീം ഉടമ പ്രീതി സിൻഡയ്ക്ക് ചെറിയ നിരാശയുണ്ടായിരുന്നെങ്കിലും 15 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡിൽ 3-193 എന്ന കൂറ്റൻ മല ഉയർന്നു കഴിഞ്ഞിരുന്നു.
പിന്നീട് നായകൻ ശ്രേയസ് അയ്യരും പരിചയസമ്പന്നനായ ഫിനിഷർ മാർക്കസ് സ്റ്റോയ്നിസും ക്രീസിൽ ഒത്തുചേർന്നപ്പോൾ പ്രിൻസ് യാദവ് തന്റെ മികച്ച ബൌളിംഗിലൂടെ IPL 2026 10ാം വിക്കറ്റ് വീഴ്ത്തി ലക്നൌവിന് നേരിയ പ്രതീക്ഷ നൽകിയെങ്കിലും മുള്ളൻപൂരിലെ യഥാർത്ഥ സ്റ്റോയ്നിസ് ഷോ തുടങ്ങാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മുൻ ടീമായ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ തന്റെ വിശ്വരൂപം പുറത്തെടുത്ത സ്റ്റോയ്നിസ് അവർക്കൊരു പേടി സ്വപ്നമായി മാറി. 17ാം ഓവറിൽ സിദ്ധാർത്ഥിനെതിരെ യുവതാരം നേഹാൽ വധേര ഒരു ബൗണ്ടറിയും സിക്സറും നേടി പഞ്ചാബിന്റെ സ്കോർ 200 കടത്തിയെങ്കിലും അതേ ഓവറിൽ നിക്കോളാസ് പൂരന് ക്യാച്ച് നൽകി മടങ്ങി. എന്നാൽ 18ാം ഓവറിൽ ആവേശ് ഖാൻ ബൌളിംഗിനെത്തിയപ്പോൾ സ്റ്റോയ്നിസ് തന്റെ അതിമാനുഷിക കരുത്ത് പ്രകടിപ്പിച്ചു. ആദ്യ പന്തിലെ ഔട്ട്സൈഡ് എഡ്ജ് ബൗണ്ടറി കടന്നതിന് പിന്നാലെ അടുത്ത 2 പന്തുകളിൽ തന്റെ ഉരുക്കൻ കൈകൾ കൊണ്ട് തുടർച്ചയായി 2 ഫ്ലാറ്റ് കൂറ്റൻ സിക്സറുകൾ പറത്തി 140+ വേഗത്തിൽ വന്ന ആവേശിന്റെ പന്തുകളെ അദ്ദേഹം നിഷ്പ്രഭമാക്കി. 19ാം ഓവറിൽ ഋഷഭ് പന്ത് തന്റെ ഏറ്റവും വലിയ ആയുധമായ ഷമിയെ തിരിച്ചു വിളിച്ചെങ്കിലും നൂതന ഫിനിഷർ ശശാങ്ക് സിംഗ് ഷമിയുടെ വേഗതയേറിയ ഷോർട്ട് പിച്ച് പന്തിനെ മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു ഭീമാകാര സിക്സറിന് പറത്തുകയും സ്റ്റോയ്നിസ് ലോങ് ഓണിലൂടെ മറ്റൊരു സിക്സറും നേടുകയും അവസാന പന്തിൽ ശശാങ്ക് ഒരു മാന്ത്രിക ഫ്ലിക്കിലൂടെ ബൗണ്ടറി കണ്ടെത്തുകയും ചെയ്തതോടെ ആ ഓവറിൽ 20 റൺസ് പിറന്നു. ഷമിയുടെ സ്പെൽ 56 റൺസ് എന്ന നാണം കെട്ട കണക്കിൽ അവസാനിച്ചതോടെ ലക്നൌ ബൌളിംഗ് നിരയുടെ നട്ടെല്ലൊടിഞ്ഞു. 20ാം ഓവർ എറിയാനെത്തിയ പ്രിൻസ് യാദവിന്റെ ആദ്യ പന്തിൽ സ്റ്റോയ്നിസ് സിംഗിൾ എടുത്തതോടെ പഞ്ചാബ് കിങ്സ് 250 റൺസ് എന്ന ചരിത്ര നാഴികക്കല്ല് പിന്നിട്ടപ്പോൾ സ്റ്റേഡിയത്തിലെ ആരവം കമന്റേറ്റർമാരുടെ ശബ്ദത്തെ പോലും മുക്കിക്കളഞ്ഞു. അപകടകാരിയായ ശശാങ്കിനെ മിഡ് ഓണിൽ എയ്ഡൻ മാർക്രത്തിന്റെ ഒരു അവിശ്വസനീയമായ ഡൈവിംഗ് ക്യാച്ചിലൂടെ പ്രിൻസ് യാദവ് പുറത്താക്കിയെങ്കിലും പഞ്ചാബ് കിങ്സ് 7ന് 254 എന്ന അചിന്ത്യവും പടുകൂറ്റമായ ഒരു സ്കോറിൽ എത്തിക്കഴിഞ്ഞിരുന്നു. കേവലം 16 പന്തുകളിൽ നിന്ന് 29 റൺസ് നേടിയ സ്റ്റോയ്നിസിന്റെ വെടിക്കെട്ട് പ്രകടനം മത്സരത്തിന്റെ ഗതി മാറ്റിയപ്പോൾ IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കോറുകളിലൊന്ന് ഈ മുള്ളൻപൂർ മൈതാനത്ത് പിറവിയെടുത്തു. 255 റൺസ് എന്ന അപ്രാപ്യമായ ഹിമാലയൻ ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ഈ കൂറ്റൻ സ്കോർ മറികടക്കാൻ അമാനുഷികമായ ഒരു പ്രകടനം തന്നെ ആവശ്യമായിരുന്നു. ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ തന്നെ സേവിയർ ബാട്ട്ലെറ്റിനെതിരെ മിച്ചൽ മാർഷ് ഒരു കൂറ്റൻ സിക്സർ പറത്തിക്കൊണ്ട് ലക്നൌവിന്റെ നയം വ്യക്തമാക്കി. ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്തേക്ക് പന്തടിച്ച ചരിത്രമുള്ള മാർഷിന്റെ ആ ഭീമാകാരമായ പുൾ ഷോട്ട് മുള്ളൻപൂരിലെ വിശാലമായ മൈതാനത്തെയും നിഷ്പ്രഭമാക്കി. മറുവശത്ത് യുവതാരം ആയുഷ് ബദോനിയും രൗദ്രഭാവം പൂണ്ടതോടെ പഞ്ചാബ് ക്യാമ്പിൽ നേരിയ ആശങ്ക പടർന്നു. അർഷ്ദീപ് സിംഗിനെയും ബാട്ട്ലെറ്റിനെയും മാർക്കോ ജാൻസിനെയും യാതൊരു ദയയുമില്ലാതെ കടന്നാക്രമിച്ച് ആയുഷ് ബദോനി മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും തീപ്പൊരി പാറുന്ന ബൗണ്ടറികൾ പായിച്ചു. വെറും 4ാം ഓവറിൽ തന്നെ ലക്നൌ 50 റൺസ് പിന്നിട്ടപ്പോൾ മത്സരം കൈവിട്ടു പോകുമോ എന്ന് പഞ്ചാബ് ആരാധകർ ഭയന്നു. എന്നാൽ 6ാം ഓവറിലെ അവസാന പന്തിൽ വിധി പഞ്ചാബിന് അനുകൂലമായി മാറി. പവർ പ്ലേയുടെ അവസാന നിമിഷം വിജയ് കുമാർ വൈശാഖ് എറിഞ്ഞ ഒരു മാന്ത്രിക സ്ലോവർ ഡെലിവറിയിൽ വമ്പൻ ഷോട്ടിന് ശ്രമിച്ച ബദോനിക്ക് പിഴച്ചു. പന്തിന്റെ വേഗത മനസ്സിലാക്കുന്നതിൽ ഫലപ്പെടാതെ പോയ ആയുഷ് ബദോനി മിഡ് വിക്കറ്റിൽ സേവിയർ ബാട്ട്ലെറ്റിന് അനായാസ ക്യാച്ച് നൽകി മടങ്ങുമ്പോൾ ലക്നൌവിനേറ്റത് ഹൃദയം തകർക്കുന്ന ഒരു പ്രഹരമായിരുന്നു. തുടർന്ന് ക്രീസിലെത്തിയത് സാക്ഷാൽ ഋഷഭ് പന്ത്. തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു പോരാളിയെപ്പോലെ പന്ത് അവതരിച്ചതോടെ സ്റ്റേഡിയം വീണ്ടും ഇളകിമറിഞ്ഞു. മാർക്കോ ജാൻസിന്റെ പന്തുകളെ പന്ത് തന്റെ തനത് ശൈലിയിൽ തുടർച്ചയായ 2 ഗഗനചുംബിയായ സിക്സറുകൾ പറത്തിമരവേത്തു. ഒരു കൈ മാത്രം ബാറ്റിൽ പിടിച്ച് 89 മീറ്റർ ദൂരേക്ക് പന്ത് ഗാലറിയിലെത്തിച്ച ആ കാഴ്ച ഏതൊരു ക്രിക്കറ്റ് പ്രേമിയെയും രോമാഞ്ചം കൊള്ളിക്കുന്നതായിരുന്നു. മാർഷും പന്തും ചേർന്ന് ലക്നൌവിന്റെ പ്രതീക്ഷകൾക്ക് വീണ്ടും ജീവൻ വെച്ചു. യുസ്വേന്ദ്ര ചാഹലിന്റെ സ്പിൻ കെണിയിൽ വീഴാതെ മാർഷ് ഒരു കൂറ്റൻ സ്ലോഗ് സ്വീപ്പിലൂടെ സിക്സർ നേടിയപ്പോൾ വൈശാഖിനെതിരെ തകർപ്പൻ ബൗണ്ടറി നേടി പന്തും സ്കോർ ബോർഡിന് വേഗത കൂട്ടി. പക്ഷേ ലക്നൌവിന്റെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് ആ 11ാം ഓവർ വന്നെത്തി. സ്ട്രാറ്റജിക് ടൈംഔട്ടിന് ശേഷം ചാഹലിന്റെ സ്പിൻ മാന്ത്രികതയ്ക്ക് മുന്നിൽ മാർഷ് വീണു. ഓഫ് സ്റ്റെമ്പിന് പുറത്തുവന്ന പന്തിനെ ലെഗ് സൈഡിലേക്ക് വലിച്ചടിക്കാനുള്ള മാർഷിന്റെ ശ്രമം ലോങ് ഓണിൽ സേവിയർ ബാട്ട്ലെറ്റിന്റെ സുരക്ഷിത കൈകളിൽ ഒരു പരന്ന ക്യാച്ചായി അവസാനിച്ചു. പങ്കാളി മടങ്ങിയെങ്കിലും പന്ത് തന്റെ ആക്രമണം അവസാനിപ്പിച്ചില്ല. 12ാം ഓവറിൽ ചാഹലിനെതിരെ തുടർച്ചയായ 2 തവണ അദ്ദേഹം അതിർത്തി കടത്തി. ഇതിലൊന്ന് ബൗണ്ടറി ലൈനിൽ പ്രിയാൻഷും ജാൻസനും ചേർന്ന് ഒരു അവിശ്വസനീയ റിലേ ക്യാച്ചിലൂടെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രിയാൻഷിന്റെ കാൽ കുഷനിൽ തട്ടിയതിനാൽ അത് സിക്സറായി മാറുകയായിരുന്നു. എന്നാൽ ലക്നൌവിന്റെ ഈ അവസാന പ്രതീക്ഷയെ അർഷ്ദീപ് സിംഗ് എന്ന പഞ്ചാബിന്റെ സ്വന്തം വജ്രായുധം തച്ചുടച്ചു. 13ാം ഓവറിലെ 4ാം പന്തിൽ അർഷ്ദീപ് എറിഞ്ഞ ഒരു കൃത്യതയായ വൈഡ് യോർക്കറിൽ ബാറ്റ് വെച്ച പന്തിന്റെ ഷോട്ട് പാളി വിക്കറ്റ് കീപ്പർ പ്രഭു സിമ്രാന്റെ കൈകളിൽ വിശ്രമിച്ചു. ബാറ്റും നിലവും ഒരേ സമയം ഉരച്ചതിനാൽ പന്തിന് സംശയമുണ്ടായിരുന്നുവെങ്കിലും പ്രഭു സിമ്രാന്റെ ഉറച്ച അപ്പീലിന് മുന്നിൽ അമ്പയർ വിരലുയർത്തിയതോടെ പന്തിന്റെ വീരൂചിതമായ പോരാട്ടം അവസാനിച്ചു. ആ നിമിഷം ലക്നൌവിന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് വന്ന വെടിക്കെട്ട് വീരൻ നിക്കോളാസ് പീരന് ഒട്ടും താളം കണ്ടെത്താനായില്ല. ചാഹലിന്റെ പന്തിൽ ഒരു LBW അപ്പീലിൽ നിന്നും ശശാങ്ക് സിംഗ് വിട്ടുകളഞ്ഞ ഒരു കടുപ്പമേറിയ ക്യാച്ചിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും പൂരന്റെ
ആയുസ് അധികമുണ്ടായിരുന്നില്ല. 15-ാം ഓവറിൽ മാർക്കോ ജാൻസന്റെ അതിവിദഗ്ധമായ ഒരു സ്ലോവർ നക്കിൾ ബോൾ തിരിച്ചറിയാൻ കഴിയാതെ വമ്പൻ ഷോട്ടിന് ശ്രമിച്ച പൂരനെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ മിന്നൽ വേഗത്തിൽ ഓടിയെത്തി അതിമനോഹരമായി പിടിച്ചു. 15 ഓവറിൽ 4-ന് 143 എന്ന് ദയനീയ നിലയിലേക്ക് കൂപ്പുകുഴിയ ലക്നൌവിന് ആ കൂറ്റൻ വിജയലക്ഷ്യം സ്വപ്നങ്ങളിൽ പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര അകലെയായിരുന്നു. എയ്ഡൻ മാർക്രവും മുകുൾ ചൌധരിയും ക്രീസിലുണ്ടായിരുന്നെങ്കിലും അവശേഷിക്കുന്ന പന്തുകളിൽ അവർക്കത് അസാധ്യമായിരുന്നു. പഞ്ചാബ് ബോളർമാരുടെ കൃത്യതയാർന്ന ആക്രമണത്തിന് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങിയ ലക്നൌ സൂപ്പർ ജയന്റ്സിന് റൺമഴ പെയ്ത ആ ചരിത്ര മത്സരത്തിൽ പരാജയം സമ്മതിക്കേണ്ടി വന്നു. പഞ്ചാബ് കിങ്സിന്റെ വമ്പൻ സ്കോറിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ലക്നൌ തകർന്നടിഞ്ഞപ്പോൾ മുള്ളൻപൂരിലെ മഹാരാജ യാദവേന്ദ്ര സിംഗ് സ്റ്റേഡിയം പഞ്ചാബിന്റെ ഈ ഇതിഹാസ വിജയത്തിന്റെ ആഘോഷങ്ങളാൽ പ്രകമ്പനം കൊള്ളുകയായിരുന്നു. മത്സരം അവസാനിച്ചതോടെ പഞ്ചാബ് ആരാധകരുടെ ആനന്ദ കണ്ണീരും ആവേശ തിരമാലകളും സ്റ്റേഡിയത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു കടലാക്കി മാറ്റി. ചണ്ഡീഗഡിലെ രാത്രി ആകാശത്ത് വർണ്ണാഭമായ വെടിക്കെട്ടുകൾ പൂത്തുലഞ്ഞപ്പോൾ അത് പഞ്ചാബിന്റെ പുതിയൊരു ആധിപത്യത്തിന്റെ വിളംബരമായിരുന്നു. സ്വന്തം തട്ടകത്തിൽ ശത്രുക്കളെ ചുട്ടുചാമ്പലാക്കിയ പഞ്ചാബ് കിങ്സിന്റെ ഈ ചരിത്ര വിജയം വെറും ഒരു മത്സരഫലമല്ല, മറിച്ച് വരാനിരിക്കുന്ന എതിരാളികൾക്കുള്ള അതിശക്തമായ ഒരു മുന്നറിയിപ്പാണ്. IPL 2026-ലെ ഈ അവിസ്മരണീയ രാവ് ലക്നൌ സൂപ്പർ ജയന്റ്സിന് ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പേടി സ്വപ്നമായി മാറിയപ്പോൾ പഞ്ചാബ് കിങ്സിന്റെ സുവർണ ചരിത്രത്തിൽ മായാത ലിപികളാൽ എഴുതപ്പെട്ട ഒരു ഇതിഹാസ അധ്യായമായി ഈ പോരാട്ടം എക്കാലവും വാഴ്ത്തപ്പെടും. പരാജയമറിയാത്ത വീര്യത്തോടെ പഞ്ചാബിന്റെ സിംഹങ്ങൾ തങ്ങളുടെ ജൈത്രയാത്ര തുടരുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.